അപ്പം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സ് ഓഡിറ്റിനെ കുറിച്ചാണ്. ടാക്സ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളുടെ മെറ്റീരിയൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഓഡിറ്റ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, അപ്പം ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ നമ്മൾ ചെയ്യുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാക്സ് ഓഡിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് ബേസിക്കലി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ആൻ ഓഡിറ്റ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്ന ആക്ടിൻ്റെ അണ്ടറിലൂടെ അതിൽ പറയുന്ന പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഓഡിറ്റിനെയാണ് നമ്മൾ വിളിക്കുക ടാക്സ് ഓഡിറ്റ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പം ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ ദർ ഇസ് എ സെക്ഷൻ കോൾഡ് 44AB. 44AB എന്ന് പറയുന്ന സെക്ഷനിൽ എല്ലാവർക്കും ടാക്സ് ഓഡിറ്റ് ആവശ്യമില്ല. ചില സെർട്ടൈൻ ക്ലാസ് ഓഫ് ടാക്സ് പേയേഴ്സ്, ചില ടാക്സ് പേയേഴ്സിന് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരോട് പറയാണ് 44AB പറയാണ്, നീഡ് ടു ഗെറ്റ് ദെയർ അക്കൗണ്ട്സ് ഓഡിറ്റഡ്. അവരെന്ത് ചെയ്യണം? അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം ഫ്രം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം എന്ന് എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റൂള് പറയാണ്. ഓക്കെ, അത് 44ABയിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന എല്ലാ കമ്പനികളും അവരെന്ത് ചെയ്യണം? ടാക്സ് ഓഡിറ്റ് ചെയ്യണം. എന്തിനാണ് ടാക്സ് ഓഡിറ്റ് ചെയ്യുന്നത്? ബേസിക്കലി ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മൾ നോർമലി നമ്മളുടെ ഒരു ഓഡിറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രൂ ആൻഡ് ഫെയർ എന്നുള്ളതാണെന്ന് നോക്കുക അല്ലേ. പക്ഷേ ടാക്സ് ഓഡിറ്റിൽ ട്രൂ ആൻഡ് ഫെയർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ടാക്സുമായി കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് ടാക്സ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് എന്ത് നമ്മളെ ടാക്സ് ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. എന്താണ് ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ? ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു ടാക്സ് പേയർ എന്ത് ചെയ്യുന്നു? ടാക്സ് വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട്, ടാക്സ് പേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പല ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പല ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള എൻട്രീസ്, റോങ്ഫുൾ എൻട്രീസ്, അതുപോലെ തന്നെ പല കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ട് ബുക്സ് മാനിപ്പുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ടാക്സ് ഓഡിറ്റ് ചെയ്യുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് ചെയ്യാൻ നമുക്ക് പറയാം. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ടു അസർട്ടൈൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ചെയ്യുക, അതായത് എന്ത്? കംപ്ലയൻസ് ഓഫ് വേരിയസ് പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് ബൈ ദ ടാക്സ് പേയർ. നമ്മളെ ഓഡിറ്റ് ഏൽപ്പിച്ച ആളുണ്ടല്ലോ, ടാക്സ് ഓഡിറ്റ് ഏൽപ്പിച്ച ആൾ, അയാൾ നമ്മളെ ഏൽപ്പിച്ച അയാളുടെ ആ കണക്കെല്ലാം ഇൻകം ടാക്സ് പ്രൊവിഷൻസ് പ്രകാരമാണോ അയാൾ പ്രിപ്പയർ ചെയ്ത്, അതിൻ്റെ കംപ്ലയൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് അയാൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ഒരു കമ്പനി ഫൈനാൻഷ്യൽ ഓഡിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഫൈനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നത് സെക്ഷൻ 139 പ്രകാരം അവർ കമ്പനിയാണെങ്കിൽ കമ്പനി ഓഡിറ്റ് ചെയ്യണം അല്ലേ, കമ്പനി ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ 139 പ്രകാരം ഒരു കമ്പനി ഓഡിറ്റ് ചെയ്തു എങ്കിൽ പോലും അതിന് അഡീഷനായിട്ട് അവർക്ക് എന്ത് ചെയ്യണം? അവർ സെക്ഷൻ 44AB ഓഫ് ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യണം? അവർ ഈ ഓഡിറ്റും ചെയ്യണം. എന്ന് വെച്ചാൽ മറ്റൊരു ഫൈനാൻഷ്യൽ ഓഡിറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ടാക്സ് ഓഡിറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് എക്സംഷൻ കിട്ടില്ല. ടാക്സ് ഓഡിറ്റ് ഈസ് ഡിഫറെൻറ്റ്, ഫൈനാൻഷ്യൽ ഓഡിറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ടാക്സ് ഓഡിറ്റ് ഈസ് എൻ അഡീഷൻ ടു ദ ഫിനാൻഷ്യൽ ഓഡിറ്റ്. ഫിനാൻഷ്യൽ ഓഡിറ്റിന് പുറമേ വരുന്ന ഒരു ഓഡിറ്റാണ് ഇത് ടാക്സ് ഓഡിറ്റ്. നമ്മൾ കോസ്റ്റ് ഓഡിറ്റിലും നമ്മൾ ഈ സെയിം സാധനം പറയുന്നുണ്ട് അല്ലേ. കോസ്റ്റ് ഓഡിറ്റിംഗ് ഈസ് എൻ അഡീഷൻ ടു ദ ഫൈനാൻഷ്യൽ ഓഡിറ്റ്. പിന്നെ ഈ ടാക്സ് ഓഡിറ്റ് നമ്മൾ ഫിനാൻഷ്യൽ ഓഡിറ്റ് നമ്മൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് ടാക്സ് ഓഡിറ്റ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാമെന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ഓഡിറ്റിൽ നമ്മൾ എടുക്കുന്ന റിപ്പോർട്ട്സ് ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് ഓഡിറ്റിൽ നമ്മൾ എടുക്കുക. ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാൻ, ഇപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട, ഒരു സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ എന്ത് ചെയ്യണം? അവർ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ആ പ്രോഫിറ്റ്
എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആവണം എന്നില്ല. ദർ വിൽ ബി ഡിഫറൻസസ്. ടാക്സബിൾ പ്രോഫിറ്റ് ഡിഫേഴ്സ് ഫ്രം അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, ടാക്സബിൾ പ്രോഫിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അക്കൗണ്ട്സിലേക്ക് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ P&L നമ്മൾ കാണിക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് പേ ചെയ്യുന്നത്. ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് ദർ ആർ വേരിയസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് വി മേക്ക്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അത് ചില എലവൻസസ് നമ്മൾ ആഡ് ചെയ്യും, ചില അഡീഷണൽ എലവൻസസ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതും കൂടെ എക്സ്പെൻസിൽ ആഡ് ചെയ്തോ എന്ന് എന്ത് ചെയ്യാം നമ്മളോട് ചിലപ്പോൾ പറയാം. അപ്പോൾ നോർമലി നമ്മൾ ബുക്സിൽ എടുക്കുന്ന എക്സ്പെൻസിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാം. അപ്പോൾ ചില അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ചില ക്ലെയിംസുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിസ്അലവൻസസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എടുത്ത് ചില എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സബിൾ പ്രോഫിറ്റിൽ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഡിസ്അലവൻസ് ആണിത്. അതേപോലെ തന്നെ ചില ഡിഡക്ഷൻസ് നമുക്ക് കിട്ടും അല്ലേ. ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ സെക്ഷൻ 80C 80D എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെക്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ആ സെക്ഷൻസിൽ നമുക്ക് കുറേ ഡിഡക്ഷൻസ്, അഡീഷണൽ ഡിഡക്ഷൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. അതുപോലെ ചില എക്സംഷൻസ് നമുക്കുണ്ടാവും. ഈ നമ്മൾ എംപ്ലോയീസിൻ്റെ ബേസിലുള്ള ചില എക്സംഷൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില എക്സംഷൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ടാക്സബിൾ പ്രോഫിറ്റിലേക്ക് എന്ത് ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈനാൻഷ്യൽ ഓഡിറ്റിൽ നമ്മൾ ചെയ്യുന്ന പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ടാക്സബിൾ പ്രോഫിറ്റിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഓഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരുന്ന സമയത്ത് ടാക്സ് ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഓഡിറ്റിനെ പോലെ തന്നെ ഇറ്റ് ഈസ് എൻ എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് എക്സാമിൻ ചെയ്യലാണ്. എന്തിനാണ് എക്സാമിൻ ചെയ്യുന്നത്? മറ്റേതിൽ നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ഓഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ടു ഗീവ് ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇവിടെ നമ്മളുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മളെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടു അസർട്ടൈൻ കറക്റ്റ്നെസ് ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടാക്സബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെന്ന്. ആ ടാക്സബിൾ പ്രോഫിറ്റ് എത്രമാത്രം കറക്റ്റായിട്ടാണ് കമ്പനി എന്ത് ചെയ്തത്, കാൽക്കുലേറ്റ് ചെയ്തത്, അതിലെന്തെങ്കിലും ടാക്സ് ഇവേഷൻസ് ചെയ്തിട്ടുണ്ടോ, അതിൽ ചില എടുക്കാൻ പറ്റാതെ ചില എക്സ്പെൻസസ് ആഡ് ചെയ്തിട്ടുണ്ടോ, ഡിസലവൻസസ് സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേഷൻ കറക്റ്റ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്യുക. അതാണ് നമ്മൾ ടാക്സ് ഓഡിറ്റിൽ ചെയ്യുന്നത്. പിന്നെ ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. നമ്മൾ ഈ ടാക്സ് പെയർ, ഈ ടാക്സബിൾ പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ടോ, ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻസ് എല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അയാൾക്ക് അപ്ലിക്കബിൾ ആവുന്ന എല്ലാ പ്രൊവിഷൻസും അയാൾ കംപ്ലൈ ചെയ്യണം, അത് നോക്കണം. അതേപോലെ തന്നെ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻസ് ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻസ് അണ്ടർ ദ ആക്ട്. അതായത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ചില ഡിഡക്ഷൻസ് ഒക്കെ ചില കണ്ടീഷൻസിൻ്റെ അണ്ടറിലായിരിക്കും എന്ത് ചെയ്യുക നമുക്ക് തരാം. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഡിഡക്ഷൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങളിപ്പം ETC നമ്മൾ നോക്കുകയാണെങ്കിൽ ETC നമുക്കിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ട്യൂഷൻ ഫീ ക്ലെയിം ചെയ്യണം, അങ്ങനത്തെ കുറേ ക്ലെയിമിങ് അതൊക്കെ നമുക്ക് ആക്ച്വലി വന്നാൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല വെറുതെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പാടില്ല. അപ്പം ഒരു ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യണം, ഈ ആളിന് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനുള്ള ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ, ആ കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ടാണോ ഇയാളത് ക്ലെയിം ചെയ്തതെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഏരിയ ആണ്. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് 7 മാർക്സിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയേ ഉള്ളൂ ശരിക്കും ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഈ നോട്ട് ഞാൻ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലിടാം, നിങ്ങൾക്ക് അതിൽ ഈ നോട്ട് റെഫർ ചെയ്യാനും പറ്റും. ഓക്കെ.